ലീഗിന്റെ നവാസിനോടാണ് ചോദ്യം. 3 പ്രാവശ്യം ഇവിടെ MP ടി മുഹമ്മദ് ബഷീർ ആയിട്ടുണ്ട്. താങ്കൾ കഴിഞ്ഞ 24 ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ കോടി റുപ്യന്റെ വികസനം ടി മുഹമ്മദ് ബഷീർ ചെയ്തിട്ടത്. പിന്നെ ഒറ്റ ചോദ്യം, കേന്ദ്രത്തിന്റെ വിദ്യാലയം കേരളത്തിലെ 14 ജില്ലകളിലുണ്ട്. ഇവിടെ ഇത് തൊട്ടടുത്ത തൃശ്ശൂർ ജില്ല, ഇതിന്റെ തൊട്ടടുത്ത് പാലക്കാട് ജില്ല, ഈ 2 മണ്ഡലത്തിലുണ്ട് വിദ്യാലയം. ഈ പൊന്നാനി പാർലമെന്റിനകത്ത് ടി മുഹമ്മദ് ബഷീർ കേന്ദ്രത്തിന്റെ ഒരു വിദ്യാലയം കൊടുത്തിട്ടില്ല. ഒരു രണ്ടാമത്തെ ഒറ്റ ചോദ്യം, പിന്നെ ഒരു ചോദ്യം, ഇവിടെ പൊന്നാനി നിയമസഭ മണ്ഡലത്തിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീരാമകൃഷ്ണൻ 5 കൊല്ലം MLA-യും 5 കൊല്ലം സ്പീക്കറായിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത വികസനം അല്ലാതെ ഇപ്പൊ തുടർന്ന് ബാക്കിയും നന്ദേട്ടൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്ത വികസനമല്ലാതെ ഇവിടെ വേറെ കാണിക്കാൻ എന്ത് ഉണ്ട് ടി മുഹമ്മദ് ബഷീറിന് ഒരു വികസനം കാണിക്കാൻ? ആ 2 ചോദ്യം. എനിക്ക് പ്രധാനപ്പെട്ട നമ്മളെ PK നാസറാണ് ചോദിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ പറഞ്ഞു പല ന്യായീകരണങ്ങൾ എന്ത് ലീഗിന്റെ കൊടി അറിയിൽ തീരുകയാണ്. കോൺഗ്രസ് ലീഗിനോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് 961 CD സാഹിബ് മരിച്ച സമയത്ത് സ്പീക്കർ ആവാൻ വേണ്ടിട്ട് CH മുഹമ്മദ് തങ്ങൾ രാജ്യപ്പിച്ച ആൾക്കാണ് ലീഗര്. അപ്പൊ ആ ലീഗർ എന്ത് ചെയ്യണം, ഇതില്ല ഇതിന്റെ അപ്പുറം എന്ത് ചെയ്യും, മത്സരിക്കാനും പിന്തുണക്കാനും വേണ്ടി ചെയ്യും. അതാണ് ഒരു കാര്യം. പിന്നെ നേരത്തെ സുഹൃത്ത് പറയുന്നത് പൗരത്വ ബില്ലിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ച കോൺഗ്രസ് എന്ന് പറഞ്ഞത്. കേരളം അല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ CAA-ക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഒന്നാണ് പഞ്ചാബാണ്. ആ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയാണ് ക്യാപ്റ്റൻ. അന്ന് ഇവരൊക്കെ പറയുന്നത് കേരളത്തിന്റെ ക്യാപ്റ്റൻ യഥാർത്ഥ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇപ്പൊ ഏതാ പാർട്ടിയിൽ നിന്ന്? BJP-യിലാണ്. അതാണ് കോൺഗ്രസിന്റെ നയം. മനസ്സിലായോ? ഇന്ത്യയിൽ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ പൗരത്വത്തിന്റെ കേസ് വിളിക്കാത്ത സ്റ്റേറ്റിന്റെ പേരറിയോ? പേരറിയോ? 837 പറഞ്ഞുതരാം. കേരളം എന്നാ പേര്. കേരളം മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ. ആ കേസ് 837 പരം കേസുകൾ കേരളത്തിൽ നിലവിലെടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അതിൽ നിന്ന് ചില 160 സംതിങ് കേസുകൾ ആകുള്ളൂ. ക്രിമിനൽ കേസുകൾ പിൻവലിക്കാൻ പറ്റുമോ? പിൻവലിക്കാൻ പറ്റില്ല. സമീപകാലത്ത് പാർലമെന്റിനകത്തുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ 2 പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് ശബരിമല പ്രതിഷേധത്തിന് സമയത്ത് ഇവിടുത്തെ ഭക്തജനങ്ങളെ LDF സർക്കാർ ദ്രോഹിക്കുന്ന പ്രതിഷേധമാണ്. അതിൽ കേരളത്തിലെ 13 MP-മാർ പങ്കെടുത്തിട്ടുണ്ട്. ലീഗ് MP-മാരുണ്ട്, കോൺഗ്രസ് MP-മാരുണ്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസമാണ് ഗ്യാൻവാബി മസ്ജിദിനകത്തേക്ക് ഇതര മതസ്ഥർക്ക് ആരാധനാ സ്വാതന്ത്ര്യം വെച്ചുള്ള കോടതി ഉത്തരവ് വന്നത്. അതിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ആകെ ഉണ്ടായിരുന്നത് 3 ലീഗിന്റെ MP-മാർ മാത്രമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് കോൺഗ്രസിന് എന്റെ ചോദ്യം BJP-യുടെ പ്രതിനിധിയോട്, മുത്തലാഖ് എന്തിനാണ് നിരോധിച്ചത്? ആ മുത്തലാഖ് നിരോധിച്ചത് കൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലിയാൽ, അഫ്സലും നവാസും ഭാര്യയെ മൊഴി ചൊല്ലിയാൽ ഞങ്ങൾക്ക് ക്രിമിനൽ കുറ്റവും ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. അരുൺകുമാറും നിങ്ങളും ഭാര്യയെ മൊഴി ചൊല്ലിയാൽ നിങ്ങൾക്ക് കേസില്ല. ഇത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, ഒറ്റ ചോദ്യം കൂടെ BJP പ്രതിനിധി, അങ്ങനെ ആ മാനദണ്ഡമാണെങ്കിൽ നരേന്ദ്രമോദി കല്യാണം കഴിച്ച പെണ്ണ് എവിടെ? അവരുടെ ഭാര്യ എവിടെ? 17 അഫ്സലിനോട് അടുത്ത ചോദ്യം. കേരളത്തില് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ RSS-കാരൻ കൊല ചെയ്യപ്പെട്ടാൽ അതിന്റെ പ്രതികൾ മുസ്ലിങ്ങളായാൽ അവരെ തൂക്കിലേറ്റുകയും കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളും പ്രതികൾ RSS-കാരുമായാൽ അവര് നെഞ്ചു വിരിച്ച് റോട്ടിലൂടെ നടക്കുകയും ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ്? നമുക്ക് 30 സെക്കൻഡ് വീതമുള്ളൂ. നവാസ് പറഞ്ഞോ ചോദ്യം. ഞാൻ ഈ 30 സെക്കൻഡ് സമയം ഒറ്റ ഉത്തരം പറയാം. ടി മുഹമ്മദ് ബഷീർ ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം, അതിന്റെ ഉത്തരം ഒരു കുതിരയുമായിട്ട് അരുൺകുമാർ മണ്ഡലത്തിൽ വന്നിരുന്നു. അന്ന് മറുപക്ഷ സ്ഥാനാർത്ഥി അംസയോട് മൈക്ക് കൊടുത്തിട്ട് ചോദിച്ചു എന്താ പറയാനുള്ളത്. ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. അന്ന് അംസ പറയാണ് ടി മുഹമ്മദ് ബഷീർ ആണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത്ര മതി. ടി എന്തെന്നറിയാൻ അത്ര മതി. നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി മാധ്യമപ്രവർത്തകരോട് പറയാണ് ടി ആണെങ്കിൽ ഉണ്ടാവില്ല, ഇവിടെ സമധാനിയാവും എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥി. അംസൽ മറുപടി വികസനത്തിന്റെ കാര്യത്തിൽ
ഒന്ന് കുതിരയൊന്നും വേണ്ട, വണ്ടിയെടുത്ത് നവാസ തിരൂർ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയാൽ മതി. 23 ട്രെയിനുകൾ കൈവീശി കാണിച്ച് നിർത്താതെ പോകുന്നുണ്ട്. 23 ട്രെയിൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത പേര് 11 ട്രെയിൻ അങ്ങോട്ട് പോകും, ആ ട്രെയിൻ ഇങ്ങോട്ട് പോകും. അതാണ് 22 ട്രെയിൻ. വിളമ്പുന്നത് എന്ത് കഷ്ടാണ് നോക്കണം. പിന്നെയും മണ്ടത്തരമായി. സാങ്കേതികമായി 11 അവരുടെ വാദം കണക്കിലെടുക്കുകയാണെങ്കിൽ 11 ട്രെയിൻ എന്തുകൊണ്ട് നിർത്തുന്നില്ല? മറുപടി പറ. നിങ്ങളുടെ വാദം അംഗീകരിച്ചു. വരാം. അപ്പൊ 22-ലെ 11 ആയല്ലോ. ഇനി 11 പറയുന്നത് കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയ്ക്ക് റെയിൽവേ സ്റ്റേഷന്റെ ദൂരം എടുത്ത് പരിഗണിച്ചാൽ ഏറ്റവും കുറവ് ദൂരമുള്ളത് കോഴിക്കോടും തിരൂരും തമ്മിലാണ്. റെയിൽവേ നിയമമാണ്.